10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സമരവും സ്വാതന്ത്ര്യവും എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി രാജ്കുമാർ ശുക്ല. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. ഗാന്ധിജി ഇന്ത്യയിൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്ര ഏതാണ്? ദർബൻ പ്രിട്ടോറിയ യാത്ര. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് 21 വർഷം. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്നത് എവിടെയാണ്? 1917 ബീഹാർ. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് എവിടെയാണ്? 1918 ഗുജറാത്തിൽ. ഗേഡയിലെ കർഷകർ സമരം നടന്നത് 1918 ഗുജറാത്തിൽ. 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം പ്ലേഗ് ബോണസ്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയമാണ് ഗേഡ കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം. ഗേഡ കർഷക സമരത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയം. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ കാരണം പ്ലേഗ് ബോണസ് ആണ്. ഗേഡ കർഷക സമരത്തിൻ്റെ കാരണം നികുതി നയമാണ്. ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റംബറോ. ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ 8. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്രാവിഷ്കാരം മേക്കിംഗ് ഓഫ് മഹാത്മ സംവിധാനം ചെയ്തത് ശ്യാം ബെനഗൽ. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനുണ്ടായ സംഭവം റൗലറ്റ് ആക്ട്. ഗാന്ധിജി ഇന്ത്യയിൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം ചമ്പാരനിലെ നീലം കർഷകരുടെ സമരമാണ്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാനുണ്ടായ സംഭവം റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ വർഷം 1919. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയവർ സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃതസർ, പഞ്ചാബ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട്. പഞ്ചാബിലെ അമൃതസറിലെ ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച്. ജാലിയൻവാലാബാഗിൽ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ഇങ്ങനെ പറഞ്ഞത് ഗാന്ധിജി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം.
നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ്? കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാനും നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയുമായ സംഭവം ചൗരി ചൗര സംഭവം. പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരരീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് രൂപം കൊണ്ട പാർട്ടി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടി രൂപം കൊണ്ട വർഷം 1923. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ രൂപം നൽകിയ സംഘടന ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1928. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ പ്രധാന നേതാക്കൾ ഭഗത് സിംഗ്, രാജ്ഗുരു, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗം റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ആരെയാണ് വെടിവെച്ചു കൊന്നത്? സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവാദിയായ വ്യക്തി സാൻഡേഴ്സൺ. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞവർ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ബതുകേശ്വർ ദത്ത്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23. 1931 മാർച്ച് 23. അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കർ. അനുശീലൻ സമിതി സ്ഥാപിച്ചവർ ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ലാഹോർ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. നിയമലംഘന സമരത്തിൽ സമരായുധമായി ഗാന്ധിജി തിരഞ്ഞെടുത്തത് ഉപ്പ്. ഗുജറാത്തിലെ ധരാസന ഉപ്പു നിർമ്മാണശാലയിലെ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് സരോജിനി നായിഡു. നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിൽ പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, മഹാരാഷ്ട്രയിൽ ബോംബെ, ബംഗാളിൽ നവഖാലി. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത വർഷങ്ങൾ 1930, 31, 32. വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത സ്ഥലം ജെയിംസ് പാലസ്, ലണ്ടൻ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ INCയെ
പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഗാന്ധിജി. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1934. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവർ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി. ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയത്? ജയപ്രകാശ് നാരായണൻ. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാക്കൾ ജയപ്രകാശ് നാരായണൻ, അരുണ ആസിഫ് അലി. INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഗാന്ധിജി ആഹ്വാനം നൽകിയ വർഷം 1942 ഓഗസ്റ്റ് 8. 1942 ഓഗസ്റ്റ് 8. കോൺഗ്രസ് വിട്ടതിനു ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. രാഷ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലം സിംഗപ്പൂർ. INA-യുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റ്. INA-യുടെ വനിതാ വിഭാഗം മേധാവി ക്യാപ്റ്റൻ ലക്ഷ്മി. ജപ്പാൻ്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലം ഇംഫാൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യർ. 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാഞ്ചി അയ്യർ വെടിവെച്ചു കൊന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷെ. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘടനകൾ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം 1928. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന് നേതൃത്വം നൽകിയവർ NM ജോഷി, ലാലാ ലജ്പത് റായ്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ്, പിൽക്കാലത്തിൽ അറിയപ്പെട്ടത് അഖിലേന്ത്യാ കിസാൻ സഭ. ഇന്ത്യയിലെ പ്രധാന തൊഴിലാളി കർഷക സമരങ്ങളും നടന്ന സ്ഥലങ്ങളും: തേഭാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. തേഭാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ നടന്ന ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന പാർട്ടി ലേബർ പാർട്ടി. ഇന്ത്യക്കു സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി മൗണ്ട് ബാറ്റൻ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിൽ നിയമിച്ച വൈസ്രോയി മൗണ്ട് ബാറ്റൻ. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനായി തയ്യാറാക്കിയ പദ്ധതിയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സംഘടന സർവ്വ ഇന്ത്യ ലീഗ്.
പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട സംഘടനയാണ് സർവ്വ ഇന്ത്യ ലീഗ്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം 1947 ജൂലൈ. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വരാൻ കാരണമായ നിയമം ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1919 ഓഗസ്റ്റ് 15.